ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പുട്ടിൻ്റെ വെറൈറ്റിയാണ് കാണിക്കുന്നത്, ബിരിയാണി പുട്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില, പുതിനയില, കറിവേപ്പില, കുറച്ച് ബിരിയാണി മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് മാറ്റി വെക്കാം. ഇത്തിരി നേരം കഴിയുമ്പോൾ അത് സെറ്റായിക്കോളും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുക്കാം. കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലഷ് മാത്രമാണ്, എല്ലൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഇറച്ചി മാത്രമുള്ള പീസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി ചെറുനാരങ്ങ നീര്, ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുഴച്ച് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് വെച്ച ശേഷം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ മുക്കി പൊരിക്കുന്നില്ല, ഇങ്ങനെ പൊരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ പൊരിച്ചാലും കുഴപ്പമില്ല. പൊരിച്ച ശേഷം നമുക്ക് ഒന്ന് പൊടിച്ച് പിച്ചി ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില പൊട്ടിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വലിയുള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പുട്ടിലേക്ക് തേങ്ങയ്ക്ക് പകരം ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഒന്ന് പൊട്ടിയ ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് നമ്മൾ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഒക്കെ നമ്മളെ മസാല എത്രത്തോളം വേണോ ആ ഒരു കണക്കിന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടെ ഞാനൊരു ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ മിക്സിയിൽ നന്നായിട്ടൊന്ന് ഈ തേങ്ങാപ്പീരൊക്കെ പോലെ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കലാണ്. പൊരിച്ച് ശേഷം കാരണം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഒരുപാട് പൊടിഞ്ഞില്ലെങ്കിലും വേറെ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതായത് കണ്ടോ, നമ്മുടെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ ആക്കിയ ശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ചിക്കൻ പീസസ് എത്തും. അപ്പോൾ നമുക്ക് എല്ലാ ബൈറ്റ്സിലും ചിക്കൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റി ആവും. അപ്പോൾ ആ ചിക്കനും കൂടെ ഇട്ട് ഇത്തിരി മല്ലിയില, പുതിനയില, കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, പുട്ടിന് നമ്മൾ ഫ്ലോർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് തേങ്ങയ്ക്ക് പകരം ഈ ഒരു മസാല ഇട്ട് കൊടുക്കുക, ആവി കയറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് സമയം അധികം നന്നായിട്ടൊന്ന് ആവി കയറ്റിയാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും, കുറച്ചും കൂടെ ഫ്ലേവറും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ടിലെ പുട്ട്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുട്ട് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു പുട്ടിനെ കുറിച്ച് ചിന്തിക്കുക ഇങ്ങനെ ഇത് ചെയ്ത് നോക്കിയൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയത് എനിക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കാനും കഴിക്കാനും പറ്റുമല്ലോ എന്നുള്ളതിൽ. പിന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഒരു ചായ കിട്ടുമല്ലോ, ആ ചായക്കും പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ പട്ടയും മല്ലിയില ഇട്ടിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പുട്ട് എപ്പോൾ ഉണ്ടാക്കുന്നു അപ്പോഴേക്കും ഈ ചായ ഉണ്ടാക്കാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പുട്ടിലെ ബിരിയാണി പുട്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഫ്ലഷ് മാത്രമുള്ള പീസ് എടുത്ത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കുക. ബൈ.